പ്രൈം ടൈം ന്യൂസിലേക്ക് വിശദമായി. ഡൽഹിയിൽ വൻ പ്രതിഷേധവുമായി കേരള സർക്കാർ. കേന്ദ്ര അവഗണനയ്ക്കെതിരെ ഡൽഹിയിൽ വൻ പ്രതിഷേധവുമായി സംസ്ഥാന സർക്കാർ. രണ്ട് മുഖ്യമന്ത്രിമാർ ഉൾപ്പെടെ ദേശീയ നേതാക്കളും പ്രതിപക്ഷ പാർട്ടികളും പ്രതിഷേധത്തിന് പിന്തുണയുമായി എത്തി. യൂണിയൻ ഗവൺമെന്റ് ഫെഡറലിസത്തെ തകർത്തെന്നും സംസ്ഥാനങ്ങളുടെ അവകാശത്തിനു വേണ്ടിയുള്ള പോരാട്ടമാണ് ഇതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. സമരവേദിയിലും ഗവർണറെ മുഖ്യമന്ത്രി പരിഹസിച്ചു. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ചായാണ് കേരള ഹൌസിൽ നിന്നും ജന്തർ മന്ദിറിലെ സമരവേദിയിലേക്ക് മന്ത്രിമാരും MLA-മാരും MP-മാരും എത്തിയത്. ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ, പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗ്വന്ത് മാൻ, ഫാറൂഖ് അബ്ദുള്ള, കപിൽ സിബൽ, തമിഴ്നാട് മന്ത്രി പഴനിവേൽ ത്യാഗരാജ് തുടങ്ങിയവർ കേരളത്തിന്റെ പ്രതിഷേധവേദിയിൽ പിന്തുണയുമായി എത്തി. സീതാറാം യെച്ചൂരി, D. രാജ അടക്കമുള്ള ഇടതു നേതാക്കളും മുൻനിരയിലുണ്ടായിരുന്നു. സംസ്ഥാനങ്ങളെ സമതുല്യതയോടെ പരിഗണിക്കുന്ന പുതിയ പുലരിക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിനാണ് തുടക്കം കുറിക്കുന്നതെന്ന് ആമുഖമായി മുഖ്യമന്ത്രി. Today we are marking the beginning of a renewed fight that would herald a dawn of ensuring equitable treatment of the states. This fight would also strive to maintain a balance in the center-state relations. പ്രതിസന്ധി ഘട്ടങ്ങളിലും കേരളത്തോടെ കേന്ദ്രം വിവേചനം കാട്ടി. കേന്ദ്ര സർക്കാരാണ് ഐക്യത്തിന് വിഘാതം ഉണ്ടാക്കുന്നതെന്ന് പ്രധാനമന്ത്രിക്ക് മുഖ്യമന്ത്രിയുടെ മറുപടി. രാജ്യത്തിന്റെ ഐക്യത്തിന് വിഘാതം സൃഷ്ടിക്കുന്ന നടപടികൾ യൂണിയൻ സർക്കാരിന്റെ ഭാഗത്താണ് ഉണ്ടാകുന്നത്. ഞങ്ങൾ രാജ്യത്തിൻ്റെ ഐക്യത്തിന് വേണ്ടിയാണ് നിലകൊള്ളുന്നത്. രാജ്യത്തിൻ്റെ ഫെഡറലിസമാണ് രാജ്യത്തിൻ്റെ ഐക്യം ഉറപ്പുവരുത്തുന്നത്. ഡൽഹിയിലെ സമരവേദിയിലും ഗവർണറെ വിമർശിക്കാനും പരിഹസിക്കാനും മുഖ്യമന്ത്രി മറന്നില്ല. കേരളാസ് ഗവർണർ ഡസ് നോട്ട് ഹാവ് ടൈം ടു സ്പെൻഡ് ഇൻ കേരള. മോസ്റ്റ്ലി ഹി ഈസ് ഔട്ട്സൈഡ്. ഇന്നും ഇവിടെയുണ്ട്. If at all he comes to Kerala, he does not have time to read out to the entire governor's address in the assembly. But he has time to sit on the road and create a scene. സമരം ആരംഭിക്കുന്നതിന് തൊട്ടുമുമ്പ് മുസ്ലിം ലീഗ് MP PV അബ്ദുൾ വഹാബ് കേരള ഹൗസിലെത്തി മുഖ്യമന്ത്രിയെ സന്ദർശിച്ചതും ചർച്ചയായി. കോൺഗ്രസ് വിട്ടുനിന്നെങ്കിലും രണ്ട് മുഖ്യമന്ത്രിമാരടക്കം പ്രധാന നേതാക്കളുടെ പങ്കാളിത്തം ഉറപ്പാക്കാൻ കഴിഞ്ഞ പ്രതിഷേധം വലിയ വിജയം എന്ന് തന്നെയാണ് സംസ്ഥാന സർക്കാർ വിലയിരുത്തുന്നത്. ജന്തർ മന്ദിറിൽ നിന്നും ആശിഷ് മട്ടുവിനൊപ്പം ബൽറാം നെടുങ്ങാടി, 24. ഡൽഹിയിലെ കേന്ദ്രവിരുദ്ധ സമരം രാഷ്ട്രീയമായി ഇടതുമുന്നണിക്കും CPI-നും പുതിയ ഊർജ്ജം നൽകും. കോൺഗ്രസ് ബഹിഷ്കരിച്ചിട്ടും ഇന്ത്യ മുന്നണിയിലെ പ്രമുഖ കക്ഷികളെ സമരവേദിയിൽ അണിനിരത്താൻ കഴിഞ്ഞു. കേന്ദ്രത്തിന് എതിരെ രൂക്ഷ വിമർശനമാണ് നേതാക്കൾ ഉന്നയിച്ചത്. BJP ഇതര പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളുടെ പൊതു ആവശ്യമായി സമരത്തെ ഉയർത്തിക്കാണിക്കാൻ കഴിഞ്ഞതോടെ കേരളത്തിൽ UDF-നെതിരായ വിമർശനം LDF കടുപ്പിക്കും. തീവ്രമായ കേന്ദ്രവിരുദ്ധത എല്ലാ പ്രതിപക്ഷ സംസ്ഥാനങ്ങളും പ്രഖ്യാപിക്കാറുണ്ട്. പ്രത്യക്ഷ സമരത്തിലേക്ക് അത് വഴിമാറാറില്ല. ഡൽഹിയിൽ ഇന്ന് കേരള സർക്കാരിന്റെ നേതൃത്വത്തിൽ നടന്ന സമരം ആ അർത്ഥത്തിൽ പുതിയ ചരിത്രമാണ്. കർണാടകം ഇന്നലെ സമരം നടത്തിയെങ്കിലും അതിന്റെ തീവ്രത ഇത്രമാത്രം ഉണ്ടായിരുന്നില്ല. പ്രത്യേകിച്ച് ഇന്ത്യ മുന്നണിയിലെ ഘടകകക്ഷികളുടെ അസാന്നിധ്യത്തിലായിരുന്നു ആ പ്രക്ഷോഭം. ഇന്നലെ കർണാടകയിലെ കോൺഗ്രസ് സർക്കാരിന് സാധിക്കാത്തത് ഇന്ന് കേരളത്തിലെ ഇടത് സർക്കാരിന് പക്ഷേ സാധിച്ചു. ഫലത്തിൽ കോൺഗ്രസ് ബഹിഷ്കരിച്ചിട്ടും ഇന്ന് ഇന്ത്യ മുന്നണിയുടെ നേർപരിച്ഛേദമാണ് ജന്തർ മന്ദറിൽ അണിനിരന്നത്. और ये तो किसी को भी कर दे, कल मुझे पकड़ के जेल में डाल देंगे, विजयन साहब को पकड़ के जेल में डाल देंगे, स्टालिन साहब को पकड़ के जेल में डाल देंगे, सीताराम मैया साहब को पकड़ के जेल में डाल देंगे. तो ये अब ये किसी भी को भी पकड़ के जेल में डाल देंगे, उसकी सरकार तोड़ देंगे और फिर अपनी सरकार बना लेंगे. ये क्या चल रहा है इसमें? ഇന്ത്യ മുന്നണിയിൽ തൃണമൂൽ കോൺഗ്രസിന്റെ അതൃപ്തി നേരിടുകയാണ് ഇടതുപക്ഷം. ജന്തർ മന്ദറിൽ ഇന്ന് ഐക്യദാർഢ്യം അറിയിച്ചെത്തിയ മറ്റു പാർട്ടികൾ ഇക്കാര്യത്തിൽ CPI-നൊപ്പമാണെന്ന് കൂടി പ്രഖ്യാപിച്ചു. പിണറായി വിജയൻ എന്ന നേതാവിനും ഈ സമരം ദേശീയ തലത്തിൽ കൂടുതൽ സ്വീകാര്യത പ്രതിപക്ഷ നിരയിൽ നൽകും. ജന്തർ മന്ദർ നിറഞ്ഞ നിരവധി സമരങ്ങൾക്ക് സമീപകാലത്ത് ഇവിടം സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. എന്നാൽ ഇത്ര ശക്തമായ ഒരു രാഷ്ട്രീയ സന്ദേശം മുന്നോട്ട് വെച്ച സമരം അടുത്ത കാലത്ത് ജന്തർ മന്ദറിൽ ഉണ്ടായിട്ടില്ല എന്ന് തന്നെ പറയാം. ഡൽഹിയിലെ ജന്തർ മന്ദറിൽ നിന്നും ക്യാമറമാൻ ആശിഷ് മട്ടുവിനോടൊപ്പം R. രാധാകൃഷ്ണൻ, 24. സംസ്ഥാന സർക്കാരിന്റെ ഡൽഹി സമരത്തോട് കോൺഗ്രസിന്റെ സംസ്ഥാന ദേശീയ നേതൃത്വങ്ങൾക്ക് വിരുദ്ധ സമീപനം. ഡൽഹി സമരത്തിൽ AICC അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെ കേരളത്തെ പിന്തുണച്ചു. എന്നാൽ സംസ്ഥാന സർക്കാരിന്റേത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള രാഷ്ട്രീയ പ്രചാരണം എന്നാണ് പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ വിമർശനം.
കേരളത്തിന്റെ പൊതുവികാരത്തോടൊപ്പം സംസ്ഥാന കോൺഗ്രസ് നിന്നില്ലെന്ന വിമർശനം LDF ശക്തമാക്കിയിരിക്കെയാണ് ഡൽഹി സമരത്തെ പിന്തുണച്ച AICC അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ രംഗത്തെത്തിയത്. കേരളം ഉൾപ്പെടെയുള്ള BJP ഇതര സംസ്ഥാനങ്ങൾ വിവേചനം നേരിടുന്നു. हर स्टेट में डिस्क्रिमिनेशन हो रहा है. कर्नाटक है, आंध्रा है, तेलंगाना है, केरला और कर्नाटक सभी ऐसे जो नॉन BJP स्टेट्स जो है उनको निग्लेक्ट किया जा रहा है. ഖാർഗെയുടെ പിന്തുണ കോൺഗ്രസ് സംസ്ഥാന നേതൃത്വത്തിന്റെ നിലപാടിന് വിരുദ്ധമായി. കേന്ദ്രത്തിൽ നിന്ന് കിട്ടാനുണ്ടെന്ന് പറയുന്നത് ഊതിപ്പെരുപ്പിച്ച കണക്കു മാത്രമാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. തെരഞ്ഞെടുപ്പ് അടുക്കണതിന്റെ തൊട്ട് മുമ്പ് പോയിട്ട് ഒരു സമരം നടത്തിയിട്ട് 5 കൊല്ലമായാലും ഈ ധനകാര്യ കമ്മീഷൻ 1.92 ആക്കിയിട്ട് ഈ ധനകാര്യ കമ്മീഷന്റെ കാലാവധി തീരുവാണ്. ഇത്രയും നാൾ ഈ സമരം കണ്ടില്ലല്ലോ കേന്ദ്രത്തിന്റെ മുമ്പിൽ. കേരളത്തിലെ സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണം കേന്ദ്ര സർക്കാരാണെന്ന് വരുത്തി തീർക്കാനാണ് ശ്രമമെന്ന് UDF കൺവീനർ MM ഹസൻ. കേരളത്തിലെ സാമ്പത്തിക പ്രതിസന്ധിക്ക് പ്രധാന ഉത്തരവാദികൾ കാരണക്കാർ കേന്ദ്ര ഗവൺമെന്റ് ആണെന്ന് വരുത്തി തീർക്കാൻ ഉള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമാണ്. കർണാടക സർക്കാർ കഴിഞ്ഞ ദിവസം നടത്തിയ സമരം ന്യായമാണെന്നും കേരളത്തിന്റെ സമരവുമായി അതിനെ താരതമ്യം ചെയ്യരുതെന്നുമാണ് സംസ്ഥാന നേതൃത്വത്തിന്റെ നിലപാട്. 24 തിരുവനന്തപുരം. ഗവർണർ എപ്പോഴും ഡൽഹിയിലാണെന്ന മുഖ്യമന്ത്രിയുടെ പരിഹാസത്തിന് മറുപടിയുമായി ആരിഫ് മുഹമ്മദ് ഖാൻ. തന്റെ യാത്രകളെല്ലാം രാഷ്ട്രപതി ഭവന്റെ അനുമതിയോടെയാണ്. ഓണാഘോഷത്തിന് വിളിക്കാത്തവരാണ് താൻ കേരളത്തിൽ ഇല്ലെന്ന് പരാതി പറയുന്നതെന്നും ഗവർണർ പറഞ്ഞു. അതേസമയം കേരള സർക്കാരിന്റെ ഡൽഹി സമരം രാഷ്ട്രീയ നാടകം എന്നായിരുന്നു കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി V മുരളീധരന്റെ വിമർശനം. Think I should speak on political matters? No, I am only asking you. You decide. I should speak, comment on political matters? No. That is not in accordance with the dignity of the office which I hold. കഴിഞ്ഞ 7 കൊല്ലക്കാലത്തെ ഭരണത്തിന്റെ നേട്ടങ്ങളായിട്ടൊന്നും പറയാനില്ലാത്ത ഇടതുമുന്നണി ദുർഭരണത്തിന്റെ പഴി സംസ്ഥാന സർക്കാരിന്റെ മുകളിൽ പതിക്കാതിരിക്കാൻ അത് കേന്ദ്രത്തിന്റെ തലയിൽ കെട്ടിവെക്കാൻ വേണ്ടി നടത്തുന്ന ഒരു രാഷ്ട്രീയ നാടകം എന്നുള്ളതിനപ്പുറത്ത് ഈ സമരത്തിനൊരു പ്രാധാന്യമില്ല. എക്സാലോജി കർണാടക ഹൈക്കോടതിയിൽ. SFIO അന്വേഷണത്തിന് എതിരെ കർണാടക ഹൈക്കോടതിയെ സമീപിച്ച് എക്സാലോജി കമ്പനി. അന്വേഷണം സ്റ്റേ ചെയ്യണം എന്നാവശ്യപ്പെട്ടാണ് മുഖ്യമന്ത്രിയുടെ മകൾ വീണായുടെ കമ്പനി ഹർജി നൽകിയത്. കേന്ദ്ര സർക്കാരും SFIO ഡയറക്ടറുമാണ് ഹർജിയിലെ എതിർകക്ഷികൾ. മടിയിൽ കനവില്ലെങ്കിൽ എന്തിനു ഭയക്കണമെന്ന് ഷോൺ ജോർജ് പ്രതികരിച്ചു. ഏത് അന്വേഷണം നടക്കട്ടെയെന്ന് CPIM കേന്ദ്ര കമ്മിറ്റി അംഗം AK ബാലൻ പറഞ്ഞു. എക്സാലോജിക്കിൽ നിന്ന് വിവരങ്ങൾ തേടുന്നതിനായി വീണ വിജയന് നോട്ടീസ് നൽകുമെന്ന റിപ്പോർട്ടുകൾക്കിടെയാണ് സ്റ്റേ ആവശ്യപ്പെട്ടുള്ള ഹർജി. കർണാടക ഹൈക്കോടതിയിൽ ഇന്ന് രാവിലെയാണ് ഹർജി നൽകിയത്. എക്സാലോജിക്കിനെതിരായ അന്വേഷണം തടയണമെന്ന് ആവശ്യപ്പെട്ടുള്ള ഹർജിയിൽ കേന്ദ്ര സർക്കാരും SFIO ഡയറക്ടറുമാണ് എതിർകക്ഷികൾ. അന്വേഷണം തടസ്സപ്പെടുത്താൻ കേരളത്തിൽ നടക്കാത്തതിനാലാണ് കർണാടകയിൽ ഹർജി നൽകിയതെന്ന് പരാതിക്കാരൻ ഷോൺ ജോർജ് പറഞ്ഞു. എന്തിനാണ് അന്വേഷണത്തെ ഭയപ്പെടേണ്ടത്? അന്വേഷണം കൃത്യമായ ദിശയിലേക്ക് പോകുന്നു എന്ന ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇന്ന് ഏത് വിധേനയും ഇത് തടസ്സപ്പെടുത്തുക. ഇന്നലെ ഒരു ശ്രമം നടന്നു, അത് വിജയിച്ചില്ല. അപ്പോ ഇവരെപ്പോഴും ചലഞ്ച് ചെയ്യുന്നത് സ്വാഭാവികമായും SFIയുടെ എൻക്വയറി ഓർഡറിനെയാണ്. അതാ അവിടെ ചലഞ്ച് ചെയ്താലും എവിടെ ചലഞ്ച് ചെയ്താലും കേരളത്തിൽ നടക്കില്ല എന്ന് മനസ്സിലായി ബാംഗ്ലൂർ ഹൈക്കോടതിയെ സമീപിച്ചു. കേസിൽ നീതിയുക്തമായ അന്വേഷണം നടന്നാൽ കുടുങ്ങാൻ പോകുന്നത് UDF നേതാക്കളെന്ന AK ബാലൻ. യാതൊരു സംശയവും വേണ്ട, നീതിപൂർവം അന്വേഷണം നടന്നാൽ SFIO അന്വേഷണം സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് നടത്തിയാൽ ജയിലിൽ പോകേണ്ടി വരിക UDFന്റെ നേതാക്കളായിരിക്കും. CMRL, KSIDC എന്നിവിടങ്ങളിൽ നടത്തിയ പരിശോധനയിൽ നിന്ന് ശേഖരിച്ച വിവരങ്ങൾ വിശകലനം ചെയ്യുകയാണ് SFIO. കൂടുതൽ വിവരങ്ങൾ നൽകാൻ അനുവദിക്കണമെന്ന് KSIDC ആവശ്യപ്പെട്ടിട്ടുണ്ട്. വിശദമായ വിവരങ്ങൾ പരിശോധിച്ച ശേഷം വീണ വിജയന് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ നോട്ടീസ് നൽകുമെന്നാണ് സൂചന. 24 തിരുവനന്തപുരം. ഗുരുവായൂർ ക്ഷേത്രത്തിൽ ആനകളെ പാപ്പാന്മാർ ക്രൂരമായി മർദ്ദിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്ത്. പുന്നത്തൂർ ആനക്കുട്ടിയിലെ കൃഷ്ണ, കേശൻകുട്ടി എന്നീ ആനകളെയാണ് പാപ്പാന്മാർ തല്ലിച്ചതച്ചത്. സംഭവത്തിൽ റിപ്പോർട്ട് തേടിയ ഗുരുവായൂർ ദേവസ്വം ബോർഡ് പാപ്പാന്മാരെ സസ്പെൻഡ് ചെയ്യാൻ തീരുമാനിച്ചു. ഹൈക്കോടതിയും വനമന്ത്രിയും വിശദീകരണം തേടി. ശീവേലിക്ക് എഴുന്നള്ളിക്കുന്നതിന് മുൻപ് കുളിപ്പിക്കാൻ എത്തിച്ചപ്പോഴാണ് ആനകളെ പാപ്പാന്മാർ ക്രൂരമായി തല്ലിയത്. തോട്ടി ഉപയോഗിച്ച് ക്ഷതമേൽപ്പിക്കുകയും ചെയ്തു.
2 മാസം മുമ്പ് നടന്ന സംഭവത്തിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നതെന്നാണ് കരുതുന്നത്. കൃഷ്ണ, കേശവൻകുട്ടി, ഗജേന്ദ്ര എന്നിങ്ങനെ 3 ആനകളുടെ ദൃശ്യങ്ങൾ ഒന്നിച്ചു ചേർത്താണ് പ്രചരിപ്പിക്കുന്നത്. തമിഴ്നാട് മുൻ മുഖ്യമന്ത്രി ജയലളിത നടക്കിരുത്തിയ ആനയാണ് കൃഷ്ണ. മർദ്ദന ദൃശ്യത്തിന്റെ അടിസ്ഥാനത്തിൽ ആനക്കോട്ടയുടെ ചുമതലയുള്ള ഡെപ്യൂട്ടി അഡ്മിനിസ്ട്രേറ്ററോട് ദേവസ്വം ചെയർമാൻ VK വിജയൻ റിപ്പോർട്ട് തേടി. 6 പാപ്പാന്മാരെ സസ്പെൻഡ് ചെയ്യാനും നിർദ്ദേശിച്ചു. നിലവിൽ ആനകൾ ആനക്കോട്ടയ്ക്ക് പുറത്തായതിനാൽ മടങ്ങിയെത്തിയാൽ ഉടൻ പാപ്പാന്മാർക്ക് സസ്പെൻഷൻ ഉത്തരവ് കൈമാറും. ആ ചിത്രത്തിൽ കാണുന്ന ആൾക്കാരെ എല്ലാവരെയും സസ്പെൻഡ് ചെയ്യണമെന്നാണ് പറഞ്ഞത്. ചിലരത് നിസ്സംഗരായിട്ട് നോക്കി നിൽക്കുകയാണ്. ശ്രീ ഇങ്ങനെയുള്ള ക്രൂരതയൊക്കെ കണ്ടുകൊണ്ട് ഇങ്ങനെ അതൊരു കൂട്ടായിട്ടുള്ള ഒരു പീഡന ശ്രമമായിട്ടാണ് തോന്നുന്നത്. അതുകൊണ്ട് അതിലുള്ള എല്ലാവരെയും സസ്പെൻഡ് ചെയ്യാനാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. സംഭവത്തിൽ ഹൈക്കോടതിയും ഗുരുവായൂർ ദേവസ്വത്തോട് വിശദീകരണം തേടി. 24 തൃശൂർ. കൂടരഞ്ഞി പഞ്ചായത്ത് സത്യവാങ്മൂലം നൽകണമെന്ന് ഹൈക്കോടതി. കക്കാടംപൊയിലിൽ PV അൻവർ MLAയുടെ പാർക്കിന് ലൈസൻസ് പുതുക്കി നൽകി കൂടരഞ്ഞി പഞ്ചായത്ത്. പാർക്കിന് എതിരായ കേസ് ഹൈക്കോടതി പരിഗണിക്കുന്നതിന് മുൻപ് തിരക്കിട്ട് കുടിശ്ശിക തീർത്ത് PV അൻവർ ലൈസൻസ് ഉറപ്പാക്കുകയായിരുന്നു. നടപടിക്രമങ്ങൾ പാലിച്ചാണോ ലൈസൻസ് നൽകിയതെന്ന് കൂടരഞ്ഞി പഞ്ചായത്ത് സത്യവാങ്മൂലം നൽകണമെന്ന് കോടതി ആവശ്യപ്പെട്ടു. കക്കാടംപൊയിലിൽ PV അൻവർ MLAയുടെ പാർക്കിന് പഞ്ചായത്തിന്റെ ലൈസൻസ് ഇല്ലെന്ന് സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചിരുന്നു. പാർക്ക് പൂട്ടണമെന്നും അനധികൃത നിർമ്മാണം പൊളിച്ചുമാറ്റണമെന്നുമുള്ള ഹർജി കോടതി പരിഗണിക്കുന്നതിന് തൊട്ടുമുൻപാണ് തിരക്കിട്ട നീക്കത്തിലൂടെ PV അൻവർ ലൈസൻസ് തരപ്പെടുത്തിയത്. 2018 മുതൽ 2023 വരെയുള്ള നികുതി കുടിശ്ശികയായ 7 ലക്ഷം രൂപയാണ് അടച്ചത്. തുടർന്ന് കൂടരഞ്ഞി പഞ്ചായത്ത് ലൈസൻസ് അനുവദിച്ചു. കുട്ടികളുടെ പാർക്കിന് മാത്രമാണ് പ്രവർത്തനാനുമതി. വാട്ടർ ആക്ടിവിറ്റീസ്, അതുപോലെ തന്നെ ഇലക്ട്രിക് ഉപകരണങ്ങൾ ഉപയോഗിച്ച് പ്രവർത്തിപ്പിക്കുന്ന റൈഡുകൾ, ഇതിനൊന്നും അനുമതിയില്ല. കിഡ്സ് ഗാർഡന് മാത്രമാണ്, കുട്ടികളുടെ പൂന്തോട്ടം പ്രദർശനത്തിന് മാത്രമാണ് അനുമതി നൽകിയിട്ടുള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഗ്രാമപഞ്ചായത്തിൽ അവർ അപേക്ഷ നവംബർ മാസം നൽകിയിരുന്നു. സാങ്കേതിക കാരണങ്ങളാൽ ലൈസൻസ് നൽകാൻ സാധിച്ചിട്ടില്ല. മുഴുവൻ നടപടിക്രമങ്ങളും പൂർത്തിയാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ ലൈസൻസ് അനുവദിക്കാനുണ്ടായത്. ഉച്ചയ്ക്ക് ശേഷം കേസ് പരിഗണിച്ച ഹൈക്കോടതി ലൈസൻസ് എന്തിന് പുതുക്കി നൽകിയെന്ന ചോദ്യമാണ് ഉന്നയിച്ചത്. പാർക്കിൽ എന്തെല്ലാം പ്രവർത്തിപ്പിക്കാനാണ് അനുമതി നൽകിയതെന്ന് സത്യവാങ്മൂലം നൽകാനും കൂടരഞ്ഞി പഞ്ചായത്തിനോട് കോടതി ആവശ്യപ്പെട്ടു. ഹർജി അടുത്തയാഴ്ച വീണ്ടും പരിഗണിക്കും. 24 കോഴിക്കോട്. കൊല്ലം ഓയൂരിൽ കുട്ടിയെ തട്ടിക്കൊണ്ടുപോയ കേസിൽ ക്രൈംബ്രാഞ്ച് കുറ്റപത്രം സമർപ്പിച്ചു. ക്രൈംബ്രാഞ്ച് DYSP MM ജോസിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് കേസ് അന്വേഷിച്ചത്. സാമ്പത്തികം ലക്ഷ്യമിട്ടുള്ള തട്ടിക്കൊണ്ടുപോകൽ എന്നാണ് കുറ്റപത്രത്തിൽ വ്യക്തമാക്കുന്നത്. നവംബർ 27-നാണ് കൊല്ലം ഓയൂരിൽ നിന്ന് 5 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോകുന്നത്. 2 മാസത്തിനു ശേഷമാണ് ഇപ്പോൾ അന്വേഷണം പൂർത്തിയാക്കി ക്രൈംബ്രാഞ്ച് റിപ്പോർട്ട് സമർപ്പിച്ചത്. തട്ടിക്കൊണ്ടുപോകപ്പെട്ട പെൺകുട്ടിയുടെയും സഹോദരന്റെയും മൊഴികളാണ് കേസിലെ പ്രധാന തെളിവുകൾ. സാമ്പത്തികമായിരുന്നു പ്രതികളുടെ പ്രധാന ലക്ഷ്യമെന്നാണ് കുറ്റപത്രത്തിലുള്ളത്. CCTV ദൃശ്യങ്ങളും ഫോൺ വിളി റെക്കോർഡുകളും പ്രതികളുടെ ഉദ്ദേശം വെളിവാക്കുന്നതാണെന്ന് കുറ്റപത്രത്തിൽ പറയുന്നു. വധശിക്ഷ വരെ ലഭിക്കാവുന്ന കുറ്റമാണ് പ്രതികൾക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. 160 സാക്ഷികളും 180 തൊണ്ടിമുതലുകളുമാണ് കേസിൽ തെളിവായുള്ളത്. മറ്റു കുട്ടികളെ തട്ടിക്കൊണ്ടുപോകാനും പ്രതികൾ ഗൂഢാലോചന നടത്തിയെന്നും കുറ്റപത്രത്തിൽ പരാമർശമുണ്ട്. അറസ്റ്റിലായ ചാത്തന്നൂർ സ്വദേശി പത്മകുമാർ, ഭാര്യ അനിതാകുമാരി, മകൾ അനുപമ എന്നിവരല്ലാതെ പുതിയ പ്രതികളൊന്നും കേസിൽ ഉൾപ്പെട്ടിട്ടില്ലെന്നാണ് ക്രൈംബ്രാഞ്ചിന്റെയും നിഗമനം. കൊട്ടാരക്കര DCRB മുൻ DYSP MM ജോസാണ് കുറ്റപത്രം നൽകിയത്. കേരളത്തെ 2 ദിവസം മുൾമുനയിൽ നിർത്തിയ സംഭവത്തിൽ റെക്കോർഡ് വേഗത്തിലാണ് അന്വേഷണം പൂർത്തിയാക്കി കുറ്റപത്രം സമർപ്പിച്ചത്. 24 കൊല്ലം. PSC ആൾമാറാട്ടത്തിൽ കേസ്. തിരുവനന്തപുരത്തെ PSC പരീക്ഷ ആൾമാറാട്ട കേസിൽ 2 പേരെ പ്രതി ചേർത്തു. നേമം സ്വദേശിയായ ഉദ്യോഗാർത്ഥി അമൽജിത്ത്, ആൾമാറാട്ടത്തിന് ശ്രമിച്ച യുവാവ് എന്നിവർക്കെതിരെയാണ് കേസ്. പ്രതികൾക്കെതിരെ ഗുരുതര വകുപ്പുകൾ ചുമത്തി. FIRന്റെ പകർപ്പ് 24. ആൾമാറാട്ടത്തിന് ശ്രമിച്ച യുവാവ് 1-ാം പ്രതിയും നേമം സ്വദേശിയായ ഉദ്യോഗാർത്ഥി അമൽജിത്തിനെ 2-ാം പ്രതിയുമാക്കിയാണ് കേസ്. വ്യാജരേഖ ചമയ്ക്കൽ, വഞ്ചന, ക്രിമിനൽ ഗൂഢാലോചന എന്നീ കുറ്റങ്ങൾക്കെതിരെയുള്ള വകുപ്പുകളാണ് പ്രതികൾക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. പരീക്ഷയിൽ ജയിക്കാനും മറ്റുദ്യോഗാർത്ഥികളെ ചതിക്കാനും പ്രതികൾ ശ്രമം നടത്തിയെന്നാണ് FIRയിലുള്ളത്. അമൽജിത്തിനെ കസ്റ്റഡിയിലെടുത്ത് വിശദമായി ചോദ്യം ചെയ്യാനാണ് തീരുമാനം. ഒളിവിൽ കഴിയുന്ന പ്രതികൾക്കായി അന്വേഷണം തുടങ്ങി. പ്രതികൾ മുമ്പും സമാനമായ തട്ടിപ്പ് നടത്തിയിട്ടുണ്ടോ എന്നും പരിശോധിക്കും. PSC ബയോമെട്രിക് പരിശോധന നടപ്പിലാക്കിയ ശേഷം ആദ്യം നടത്തിയ പരീക്ഷയിലെ തട്ടിപ്പ് അതീവ ഗൗരവത്തോടെയാണ് പോലീസ് കാണുന്നത്. 24 തിരുവനന്തപുരം. പാകിസ്ഥാനിൽ തെരഞ്ഞെടുപ്പ്.
അക്രമ സംഭവങ്ങൾക്കിടെ പാകിസ്ഥാൻ ദേശീയ അസംബ്ലിയിലേക്കുള്ള വോട്ടെടുപ്പ് പൂർത്തിയായി. 4 പ്രവിശ്യ അസംബ്ലികളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടന്നു. വിവിധയിടങ്ങളിലുണ്ടായ ആക്രമണങ്ങളിൽ കുട്ടികൾ ഉൾപ്പെടെ 9 പേർ കൊല്ലപ്പെട്ടു. രാജ്യത്ത് മൊബൈൽ ഇന്റർനെറ്റ് സേവനം വിച്ഛേദിച്ചു. പാകിസ്ഥാൻ ദേശീയ അസംബ്ലിയിലെ 266 സീറ്റുകളിലേക്കും ബലൂചിസ്ഥാൻ, ഖൈബർ പാഷ്തുൻഖ, പഞ്ചാബ്, സിഖ് പ്രവിശ്യ അസംബ്ലികളിലേക്കുമുള്ള തെരഞ്ഞെടുപ്പുമാണ് നടന്നത്. 44 രാഷ്ട്രീയ പാർട്ടികളുടെ 18,000-ഓളം സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്ത്. വോട്ടെടുപ്പ് ആരംഭിച്ചതിന് പിന്നാലെ കുലച്ചി മേഖലയിലുണ്ടായ ബോംബ് സ്ഫോടനത്തിൽ 5 പോലീസുകാർ കൊല്ലപ്പെട്ടു. ബലൂചിസ്ഥാനിൽ വനിതകളുടെ പോളിംഗ് സ്റ്റേഷന് സമീപമുണ്ടായ സ്ഫോടനത്തിൽ 2 കുട്ടികൾ കൊല്ലപ്പെട്ടു. പാകിസ്ഥാനിൽ ഇന്റർനെറ്റും മൊബൈൽ സേവനവും റദ്ദാക്കി. ഇവ ഉടൻ പുനഃസ്ഥാപിക്കണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ ആവശ്യപ്പെട്ടു. ജനാധിപത്യത്തിൽ സൈന്യം ഇടപെടുന്നുവെന്നും തെരഞ്ഞെടുപ്പ് കൺകെട്ടാണെന്നുമുള്ള ആരോപണങ്ങൾക്കിടെയാണ് ഇന്ന് വോട്ടെടുപ്പ് നടന്നത്. നാളെയാണ് ഔദ്യോഗിക ഫലപ്രഖ്യാപനം. ഇന്റർനാഷണൽ ഡെസ്ക് 24. സിനിമാ മേഖലയിലെ സമഗ്ര സംഭാവനയ്ക്കുള്ള JC ഡാനിയൽ ഫൗണ്ടേഷൻ ട്രസ്റ്റ് പുരസ്കാരം ഫ്ലവേഴ്സ് ഗോകുലം ഗ്രൂപ്പ് ചെയർമാൻ ഗോകുലം ഗോപാലിന്. ദൃശ്യമാധ്യമ അവാർഡിന് 24 അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഡിറ്റർ ദീപക് ധർമ്മടം അർഹനായി. ഗാന്ധിഭവൻ മാനേജിംഗ് ട്രസ്റ്റി പുനലൂർ സോമരാജനാണ് ജീവകാരുണ്യ പുരസ്കാരം. ഈ മാസം 26-ന് തിരുവനന്തപുരത്ത് നടക്കുന്ന JC ഡാനിയൽ ജന്മദിന ആഘോഷ ചടങ്ങിൽ മന്ത്രി രാമേന്ദ്രൻ കടന്നപ്പള്ളി പുരസ്കാരങ്ങൾ സമ്മാനിക്കും. കോട്ടയം ആപ്പാഞ്ചിറയിൽ ഓടുന്ന ട്രെയിനിൽ നിന്നും യുവാവ് ചാടി. കൊല്ലം സ്വദേശിയായ അൻസറാണ് വേണാട് എക്സ്പ്രസിൽ നിന്നും പുറത്തേക്ക് ചാടിയത്. ഗുരുതര പരിക്കേറ്റ യുവാവ് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഇന്നലെ രാത്രി 6:30-യോടെയാണ് സംഭവം. വേണാട് എക്സ്പ്രസിൽ യാത്ര ചെയ്ത യുവാവ് വാതിൽപ്പടിയിൽ നിൽക്കുന്നത് ആദ്യം കണ്ടത് യാത്രക്കാരാണ്. പിന്നാലെ റെയിൽവേ പോലീസ് എത്തി. വാതിൽപ്പടിയിൽ നിന്ന് മാറി നിൽക്കാൻ പലതവണ ആവശ്യപ്പെട്ടിട്ടും കേട്ടില്ല. ആപ്പാഞ്ചിറ എത്തിയപ്പോൾ പുറത്തേക്ക് ചാടുകയായിരുന്നു. സംഭവത്തിന് പിന്നാലെ തലയോലപ്പറമ്പ് പോലീസും നാട്ടുകാരും തിരച്ചിൽ നടത്തി. തുടർന്ന് ആപ്പാഞ്ചിറ പാലത്തിന് സമീപത്ത് നിന്നാണ് യുവാവിനെ കണ്ടെത്തുന്നത്. ഗുരുതര പരിക്കേറ്റ യുവാവിനെ കോട്ടയം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. അപകടനില തരണം ചെയ്തതായാണ് വിവരം. കോട്ടയം റെയിൽവേ പോലീസും തലയോലപ്പറമ്പ് പോലീസും വിശദമായ അന്വേഷണവും ആരംഭിച്ചു. 24 കോട്ടയം. UPA സർക്കാരിന്റെ കാലത്തെ സാമ്പത്തിക സ്ഥിതി വിശദീകരിക്കാൻ തയ്യാറാക്കിയ ധവളപത്രം ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ ലോക്സഭയിൽ അവതരിപ്പിച്ചു. NDA അധികാരമേൽക്കുമ്പോൾ രാജ്യത്തെ സാമ്പത്തിക സ്ഥിതി മോശമായിരുന്നു എന്നാണ് ആരോപണം. നരേന്ദ്രമോദി സർക്കാർ പരാജയമെന്നാരോപിച്ച് കോൺഗ്രസ് കരിമ്പത്രിക പുറത്തുവിട്ടു. രാജ്യത്തെ ധനസ്ഥിതി വ്യക്തമാക്കുന്ന 56 പേജുള്ള ധവളപത്രമാണ് കേന്ദ്രം പുറത്തുവിട്ടത്. UPA ഭരണം ഇന്ത്യയെ ഏറ്റവും മോശപ്പെട്ട സമ്പദ് വ്യവസ്ഥയുള്ള 5 രാജ്യങ്ങളുടെ നിരയിൽ കൊണ്ടെത്തിച്ചുവെന്നും മോദി സർക്കാർ ഇന്ത്യയെ ഏറ്റവും വലിയ 5 സമ്പദ് വ്യവസ്ഥകളിൽ ഒന്നാക്കി മാറ്റിയെന്നും ധവളപത്രത്തിൽ കേന്ദ്രം അവകാശപ്പെട്ടു. മൂലധന നിക്ഷേപം, അടിസ്ഥാന സൗകര്യ വികസനം, രൂപയുടെ മൂല്യം, പൊതുകടം, പണപ്പെരുപ്പം തുടങ്ങി സമ്പദ് വ്യവസ്ഥയുടെ വിവിധ ഭാഗങ്ങളെ മുൻകാല UPA സർക്കാരുമായി താരതമ്യം ചെയ്യുന്നതായിരുന്നു മോദി സർക്കാരിന്റെ ധവളപത്രം. അതേസമയം തൊഴിലില്ലായ്മ ഉൾപ്പെടെ രാജ്യത്തെ ജനങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾ അക്കമിട്ട് നിരത്തുന്നതായിരുന്നു കോൺഗ്രസ് പുറത്തിറക്കിയ കരിമ്പത്രിക. डेमोक्रेसी को खत्म करना उनका काम है. हम तो ये चाहते हैं कि जनता की भलाई के लिए इन्हों जो काम करना चाहिए वो काम नहीं हुआ. इसीलिए ये हमारा ब्लैक പേപ്പർ आपको പ്രസന്റ്. കർഷകർ, യുവാക്കൾ തുടങ്ങി വിവിധ ജനവിഭാഗങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളും BJP ഇതര പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളോടുള്ള കേന്ദ്ര സർക്കാർ അവഗണനയും കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ പുറത്തിറക്കിയ കരിമ്പത്രികയിലുണ്ടായിരുന്നു. 24 ഡൽഹി. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോട്ടയത്ത് സ്ഥാനാർത്ഥിയാകാൻ കേരള കോൺഗ്രസ് നേതാക്കളുടെ പിടിവലി തുടരുന്നു. സ്ഥാനാർത്ഥിയാകാൻ ഏറ്റവും യോഗ്യൻ താനാണെന്ന് KM മാണിയുടെ മരുമകൻ MP ജോസഫ് അവകാശപ്പെട്ടു. മുസ്ലിം ലീഗിന്റെ 3ാം സീറ്റ് ആവശ്യത്തിൽ UDF ഈ മാസം 14-ന് തീരുമാനം പ്രഖ്യാപിക്കും. തൃശൂരിന് പിന്നാലെ പാലക്കാട് മണ്ഡലത്തിലും BJP തെരഞ്ഞെടുപ്പ് പ്രചാരണം ഊർജിതമാക്കി. ആകെയുള്ള ഒരു സീറ്റിൽ സ്ഥാനാർത്ഥിയാകാൻ കേരള കോൺഗ്രസിനുള്ളിൽ കടുത്ത മത്സരം. PC തോമസ് അടക്കമുള്ളവർ മോഹം തുറന്നു പറഞ്ഞതിന് പിന്നാലെയാണ് KM മാണിയുടെ മരുമകനും രംഗത്തെത്തിയത്. സ്ഥാനാർത്ഥിയാകാൻ ഏറ്റവും കൂടുതൽ യോഗ്യത തനിക്കെന്ന് MP ജോസഫ്. UDF-നൊപ്പം എന്നും അടിയുറച്ചു നിന്നയാളാണ് താൻ. അതുകൊണ്ട് കൂറുമാറുന്നവരെ സ്ഥാനാർത്ഥിയാക്കരുതെന്നും MP ജോസഫ് പറഞ്ഞു. ജയിച്ചു കഴിഞ്ഞിട്ട് തെക്കോട്ടും വടക്കോട്ടൊക്കെ മാറുന്ന ആൾക്കാരെ നമ്മൾ തിരഞ്ഞെടുക്കുന്നത് ശരിയാണോ? ശരി. ജോസ് കെ മാണി വിഭാഗത്തിൽ നിന്ന് ഞാൻ നിൽക്കാതിരിക്കാനായിട്ടുള്ള എല്ലാ അടവുകളും
അവർ പരിശ്രമിക്കും. അതിനെപ്പറ്റി യാതൊരു സംശയവുമില്ല. മൂന്നാം സീറ്റ് ആവശ്യത്തിൽ പിന്നോട്ടില്ലെന്ന നിലപാടിൽ തുടരുകയാണ് മുസ്ലിം ലീഗ്. ആവശ്യം UDF-ൽ ഉന്നയിച്ചിട്ടുണ്ടെന്നും ചർച്ചകൾ അവസാനിച്ചിട്ടില്ലെന്നും PMA സലാം. അവസാനിച്ചിട്ടില്ല, അവസാനിച്ച് ഞങ്ങൾ പ്രഖ്യാപിക്കൂലേ? പിന്നെ വയനാടാണ് ലക്ഷ്യം. അങ്ങനെയൊന്നുമില്ല. 20 സീറ്റിൽ കേരളത്തിൽ എവിടെ മത്സരിച്ചാലും മുസ്ലിം ലീഗിനും UDF-നും ജയിക്കാം. പിന്നെന്താ പ്രശ്നം? അന്തിമ തീരുമാനം ഈ മാസം 14-ന് UDF കൺവീനർ MM ഹസൻ പ്രതികരിച്ചു. ഞങ്ങളുമായി ചർച്ച ചെയ്തു, വളരെ സൗഹാർദ്ദപരമായിരുന്നു ചർച്ച. ഞങ്ങൾ അവരുന്നയിച്ച ആവശ്യം ഗൗരവമായി പരിഗണിക്കുന്നുണ്ട്. അന്തിമ തീരുമാനം 14-ാം തീയതി. BJP തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ കൂടുതൽ മണ്ഡലങ്ങളിലേക്ക് വ്യാപിപ്പിച്ചു. പാലക്കാട് ലോക്സഭാ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് തുറന്നു. സംസ്ഥാന ജനറൽ സെക്രട്ടറി C കൃഷ്ണകുമാറിനെ സ്ഥാനാർത്ഥിയാക്കാനാണ് പാർട്ടിയുടെ ആലോചന. 24 കോട്ടയം. തുടർച്ചയായ 6ാം തവണയും അടിസ്ഥാന നിരക്കുകൾ മാറ്റാതെ റിസർവ് ബാങ്ക്. രാജ്യം മികച്ച വളർച്ചാ പാതയിലെന്ന് റിസർവ് ബാങ്ക് ഗവർണർ ശക്തികാന്ത ദാസ് പറഞ്ഞു. അവശ്യ സേവനങ്ങൾക്കുള്ള UPI പണമിടപാടുകളുടെ തുക ഉയർത്തണമെന്ന നിർദ്ദേശവും ധനനയ പ്രഖ്യാപനത്തിൽ ഇടം പിടിച്ചു. ഭൗമരാഷ്ട്രീയത്തിലടക്കമുള്ള അനിശ്ചിതത്വങ്ങൾക്കിടയിൽ ജാഗ്രതയോടെയുള്ള ധനനയ പ്രഖ്യാപനം തുടരുമെന്നാണ് നയപ്രഖ്യാപനത്തിൽ ഗവർണർ ശക്തികാന്ത ദാസ് പറഞ്ഞത്. വിലക്കയറ്റം പ്രഖ്യാപിത ലക്ഷ്യമായ 4% മുകളിൽ തുടരുന്നതിനാൽ അടിസ്ഥാന നിരക്കുകൾ ഉയർത്താതെയായിരുന്നു നയപ്രഖ്യാപനം. റിപ്പോ നിരക്ക് 6% തുടരും. അടിസ്ഥാന നിരക്ക് അധിഷ്ഠിതമായ വായ്പകളുടെ പലിശ നിരക്കുകളും ബാങ്കുകൾ മാറ്റാനിടയില്ല. ഭക്ഷ്യവില വരും മാസങ്ങളിലും പണപ്പെരുപ്പം കൂട്ടുമെന്നാണ് നിരീക്ഷണം. മറ്റ് രാജ്യങ്ങളെ അപേക്ഷിച്ച് ഇന്ത്യ മികച്ച നിലയിലാണെന്ന് RBI വിലയിരുത്തി. സാമ്പത്തിക തട്ടിപ്പുകൾ കൂടിവരുന്ന സാഹചര്യത്തിൽ ഡേറ്റ സുരക്ഷയും സ്വകാര്യതയും ഉറപ്പാക്കാൻ RBI ക്ലൗഡ് സംവിധാനം കൊണ്ടുവരും. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ആശുപത്രികൾക്കുമുള്ള UPI പേയ്മെന്റ് പരിധി ഉയർത്തണമെന്ന നിർദ്ദേശവുമുണ്ട്. പണമിടപാട് പരിധി 1 ലക്ഷത്തിൽ നിന്ന് 5 ലക്ഷമായി ഉയർത്താനാണ് നിർദ്ദേശം. ഡിജിറ്റൽ പേയ്മെന്റ് സുരക്ഷ ഉറപ്പാക്കുന്നതിനായി പുതുക്കിയ ചട്ടക്കൂട് വരുമെന്നും റിസർവ് ബാങ്ക് ഗവർണർ പറഞ്ഞു. സാമ്പത്തിക സ്ഥിരത ഉറപ്പാക്കാൻ വേണ്ട നടപടികൾ തുടരുമെന്ന ഉറപ്പും ധനനയ പ്രഖ്യാപനത്തിലുണ്ട്. ബിസിനസ് ഡെസ്ക് 24. ഇതോടെ പ്രൈം ടൈം ന്യൂസ് പൂർത്തിയാകുന്നു.